ഞാൻ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ ഒരു ഗ്രൂപ്പിംഗ് ആണ്. ഓരോ ഗ്രൂപ്പിനെയും നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചു ടാക്സോൺ എന്ന് വിളിച്ചിട്ടില്ലേ? ടാക്സോൺ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഏതാ ഇവിടെ കണ്ടോ? ടാക്സ ഇസ് എ പ്ലൂറൽ ഫോം ആൻഡ് ടാക്സോൺ ഇസ് സിംഗുലാർ. ഗ്രൂപ്പിംഗ് ആണ്. ഇവർ ഓരോ ഗ്രൂപ്പാക്കി എടുത്തു. ഈ ഓരോ ഗ്രൂപ്പിനെ നമുക്ക് ടാക്സ എന്ന് പറയാം. ടാക്സോണമിയിൽ ക്ലാസിഫിക്കേഷൻ ഒരു സിംഗിൾ സ്റ്റെപ്പ് അല്ല, പകരം ഒരു ഹൈറാർക്കി ഓഫ് സ്റ്റെപ്പാണ്. ഓരോ ക്ലാസിഫിക്കേഷൻ്റെ ഓരോ റാങ്കിനെയും നമുക്ക് ടാക്സോണമി കാറ്റഗറി എന്ന് വിളിക്കാൻ പറ്റും. ഈ ടാക്സോണമി കാറ്റഗറി ഒന്നിച്ച് എല്ലാവരെയും കൂടി ടാക്സോണമി ഹൈറാർക്കി എന്ന് വിളിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഓരോരോ ഗ്രൂപ്പാണല്ലോ. ഇതൊരു ഗ്രൂപ്പാണ്, ഇതൊരു ഗ്രൂപ്പാണ്, ഇതൊരു ഗ്രൂപ്പാണ്, ഇതൊരു ഗ്രൂപ്പാണ്. ഇവരെ ഓരോരുത്തരെയും നമുക്ക് ടാക്സോൺ എന്ന് വിളിച്ചൂടെ? ടാക്സോൺ ഇസ് എ സിംഗുലർ ഫോം. ടാക്സോൺ ഒരു ഗ്രൂപ്പാണല്ലോ, അവരെ നമുക്ക് ടാക്സോൺ എന്ന് വിളിക്കാം. നമ്മൾ ടെക്സ്റ്റിൽ അങ്ങനെ ഇങ്ങനെ ഓരോ ടേംസ് കാണുമ്പം ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത്. കൺഫ്യൂസ്ഡ് ആയാൽ അപ്പോൾ സ്റ്റെപ്പ് ബാക്ക്, എന്നിട്ട് ആദ്യം തുടങ്ങുക. എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ തുടങ്ങണം. റീസ്റ്റാർട്ട്. നമ്മൾ മൂവി കണ്ടിട്ടില്ലേ? 12th ഫെയിലൊക്കെ മൂവി കണ്ടില്ലേ? റീസ്റ്റാർട്ട്. ആൻഡ് നെക്സ്റ്റ് ഈസ് ടാക്സോണമി കാറ്റഗറി ഷോയിങ് ഹൈറാർക്കിയൽ അറേഞ്ച്മെൻറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ ആയിട്ട് ഹൈറാർക്കിയൽ അറേഞ്ച്മെൻറ്റ് ടാക്സോണമി കാറ്റഗറീസിൻ്റെ ഹൈറാർക്കിയൽ അറേഞ്ച്മെൻ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. ദാ ഇവിടെ മുതലാണ് നിങ്ങളിത് പഠിക്കാൻ തുടങ്ങുന്നത്. സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, കിങ്ഡം. എന്തിനാണ് ഫൈലം ഓർ ഡിവിഷൻ എന്ന് പറഞ്ഞത്? നമുക്ക് നോക്കാം കേട്ടോ. സ്പീഷ്യസ് 1, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഈ ഒരു ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഡർ തെറ്റാതെ നോക്കണം. ഓർഡർ തെറ്റിക്കഴിഞ്ഞാൽ പോയേ. സ്പീഷ്യസ് ആണ് ഏറ്റവും ലോ കാറ്റഗറി. ജീനസ് കുറച്ച് ഹയർ ലെവലാണ്. ജീനസിനേക്കാളും ഹയർ ലെവലാണ് ഫാമിലി. ഫാമിലിനേക്കാളും ഹയർ ലെവലാണ് നമ്മൾ ഓർഡർ. ഓർഡറിനേക്കാളും ഹയർ ലെവലാണ് ക്ലാസ്. അങ്ങനെ ഇതിൽ ഫൈലം ഓർ ഡിവിഷൻ എന്ന് പറയുന്നുണ്ട്. അത് എന്താണെന്നുള്ളത് കുറച്ചങ്ങോട്ട് കഴിയുമ്പം നമുക്ക് മനസ്സിലാവും. ആൻഡ് ഓരോന്നിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് സ്പീഷ്യസ്? സ്പീഷ്യസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസം വിത്ത് ഫണ്ടമെൻ്റൽ സിമിലാരിറ്റീസ്. ഇവർ തമ്മിൽ വളരെ സിമിലർ ആയിരിക്കും. നല്ല സിമിലാരിറ്റി ഉണ്ടാവും. വലിയ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരിക്കലും നിങ്ങൾ ഈ സിമിലാരിറ്റി ഡിഫറൻസ് എന്നൊക്കെ പറയുമ്പോൾ നിറത്തിനെ കൺസിഡർ ചെയ്യാൻ പാടില്ല. മനുഷ്യന്മാരിൽ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ സീരീസ് ഓഫ് സ്കിൻ ടോൺ നമുക്ക് കാണാൻ പറ്റും. ഫെയറിൽ നിന്നും ഡാർക്ക് കളർ വരെ, ബ്ലാക്ക് വരെ നമുക്ക് ഒരു സ്കിൻ ടോൺ ഗ്രാഡിയൻറ്റ് പോകുന്നുണ്ട്. എന്ന് വെച്ച് മനുഷ്യന്മാരിൽ ഈ ഓരോ കളറുള്ള ആൾക്കാർ ഓരോ സ്പീഷ്യസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഏക ഹ്യൂമൻ സ്പീഷ്യസ് എന്ന് പറയുന്നത് ഓൺലി വൺ ഹ്യൂമൻ സ്പീഷ്യസ് ഇസ് ഹോമോസാപ്പിയൻസ്. ഈ ഭൂമിയിൽ ഹോമോസാപ്പിയൻസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ നിറം വെച്ചിട്ട് ഒരിക്കലും നമ്മൾ സിമിലാരിറ്റി അങ്ങനെ പറയരുത്. അതിൻ്റെ മേജർ ക്യാരക്ടേഴ്സ്, 2 കൈ 2 കാല്, അതൊക്കെ വേണമെങ്കിൽ വിചാരിച്ചോ. സ്കിന്നിൻ്റെ മുകളിലുള്ള ഹെയർസ്, കണ്ണിൻ്റെ ഷേപ്പ്, ചെവിയുടെ ഷേപ്പ്, ഓർഗാൻസ്, നമ്മളെ ബിഹേവിയർ എല്ലാം നമുക്ക് അങ്ങനെ ഓരോ സിമിലാരിറ്റി ഒക്കെ ആക്കി മാറ്റാം. നമ്മൾ ഹാബിറ്റ്, നമ്മളെങ്ങനെ ജീവിക്കുന്നു, നമ്മുടെ ലൈഫ് സ്റ്റൈല് എല്ലാം ഇതിനൊരു ഘടകമാണ്. സ്പീഷ്യസ്, ഇവർ ഈ ഒരു സ്പീഷ്യസിലുള്ള ആൾക്കാർ തമ്മിൽ വളരെ സിമിലാരിറ്റി ആയിരിക്കും. ഇതൊരു സ്പീഷ്യസ് ആണ്. ഉരുളക്കിഴങ്ങാക്കിയാലോ നമുക്ക്? ഉരുളക്കിഴങ്ങാണെന്ന് വിചാരിക്കാം. ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങ്. ഓക്കെ, ഇനി വേറൊരു ഉരുളക്കിഴങ്ങ്. ഒരേ ഉരുളക്കിഴങ്ങ് തന്നെ. ഇവർ രണ്ടുപേരും ഒരേ കൊട്ടയിൽ നിന്ന് എടുത്തതാ. ഓക്കെ, ആ ചുവപ്പ് കളറ് ഇവർക്കും വേണ്ടേ? അങ്ങനെ പരാതിയാവൂലേ? ഉരുളക്കിഴങ്ങ്. ഇവർ രണ്ടുപേരെയും നമ്മൾ വേറെ വേറെ ആൾക്കാരെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇവർക്ക് രണ്ടുപേർക്കും വളരെ സിമിലറാണ്. ഇവരെ കാണാൻ ഏകദേശം സിമിലറാണ്. സൈസ് അങ്ങനെ പറയരുത് കേട്ടോ. വളരെ ചെറിയ സൈസുള്ള വേറെ സ്പീഷീസ് ഒക്കെ ഉണ്ടാവും. എന്നാലും ഏകദേശം ഇവർക്കൊരു ആവറേജ് സൈസ് ഉണ്ടാവുമല്ലോ. അല്ലാതെ ഷേപ്പ് കുറച്ച് ഇത് വളഞ്ഞതാണ്, ഇത് ചെരിഞ്ഞതാണ്, അങ്ങനെയൊന്നും പറയില്ല. ഞാനൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഓരോ ഡൗട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ഇവർ ഏകദേശമൊക്കെ ഒരുപോലെ ഷേപ്പാണെങ്കിലും സൈസ് ആണെങ്കിലും ഇവരുടെ നിറമാണെങ്കിലും ഇവരുടെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമോ? ഇല്ല. ഇവരുടെ ടേസ്റ്റ് ആണെങ്കിലും ഇവരുടെ കോമ്പോസിഷൻ ആണെങ്കിലും ഇവരുടെ കെമിക്കൽ കോമ്പോസിഷൻ എല്ലാം, ഇവരുടെ പ്രോട്ടീൻസ്, ന്യൂട്രിയൻസ് എല്ലാം സിമിലർ ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു പൊട്ടറ്റോ ഗ്രൂപ്പ് ഇവരൊരു സ്പീഷീസ് ആണ്. ഇനി ഞാനിവിടെ ഒരു ടൊമാറ്റോ വരയ്ക്കാം. അയ്യോ, ടൊമാറ്റോ ആണേ.
അടിപൊളി. ഇനി ഇതിൻ്റെ കുറവ് വേണ്ട. ടൊമാറ്റോ. അയ്യോ, ടൊമാറ്റോ. ഈ ടൊമാറ്റോയും ഈ പൊട്ടറ്റോയും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ? ഒരിക്കലും നമുക്ക് അവർ ഒരു സ്പീഷീസ് ആക്കി പറയാൻ പറ്റില്ല. വേറെ സ്പീഷീസാണ്. ടൊമാറ്റോ ഒരു സ്പീഷീസാണ്, ഇവരൊരു സ്പീഷീസാണ്. ഇപ്പം കിട്ടിയോ? ഇവർ തമ്മിലുള്ള ഒരു സ്പീഷീസിനുള്ളിലുള്ള ഇൻഡിവിജ്വൽസ് തമ്മിൽ വളരെ ക്ലോസ് റിലേഷൻ ആയിരിക്കും. ഇവർ ഇൻ്റർബ്രീഡിങ് ആയിരിക്കും. ഇവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദേ ക്യാൻ പ്രൊഡ്യൂസ് ദെയർ പ്രോജനീസ്. ടൊമാറ്റോയും പൊട്ടറ്റോയും തമ്മിൽ ഒരിക്കലും ഇൻ്റർബ്രീഡ് ചെയ്തിട്ട് ഒരു ഇൻഡിവിജ്വലിനെ ഉണ്ടാക്കാൻ പറ്റില്ല, ഒരു കുട്ടിയെ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ അത് നാച്ചുറലി ആണ്. ഇത് നിങ്ങൾ ഭാവിയിൽ പഠിക്കുമ്പം വേണ്ടിയിട്ട് ഞാനൊരു ക്യൂരിയസ് ആയിട്ടുള്ളൊരു തിങ് പറയാം. സയൻറ്റിസ്റ്റ് ഇവരെ ആർട്ടിഫിഷ്യലി ഹൈബ്രിഡൈസ് ചെയ്തിട്ട് പൊമാറ്റോ എന്ന് പറയുന്ന ഒരു ഓർഗാനിസത്തിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആർട്ടിഫിഷ്യലി, ഒരിക്കലും നാച്ചുറലി നടക്കില്ല. അത് പോട്ടെ, ലീവ് ഇറ്റ്. ഓക്കെ, ഇതാ നോക്കിക്കേ. മാൻജിഫറ ഇൻഡിക്ക, സൊളാനം ട്യൂബറോസം, പാന്തറ ലിയോ, ഹോമോ സാപ്പിയൻസ്. ഇതൊക്കെ ഓരോ സയൻറ്റിഫിക് നെയിംസ് ആണ്. മാൻജിഫറ ഇൻഡിക്ക, മാംഗോ, സൊളാനം ട്യൂബറോസം നമ്മളെ പൊട്ടറ്റോ, പാന്തറ ലിയോ ലയണൽ മെസ്സി, പാന്തറ ലിയോ നമ്മുടെ സിംഹം, ഹോമോ സാപ്പിയൻസ് മനുഷ്യന്മാർ. അപ്പോൾ ഇതൊക്കെ സയൻറ്റിഫിക് നെയിംസ് ആണ്. ഇതിലേതാണ് സ്പീഷ്യസ് നെയിം? ഫസ്റ്റത്താണോ സെക്കൻഡത്താണോ? മാൻജിഫറയാണോ സ്പീഷ്യസ് നെയിം, ഇൻഡിക്കയാണോ, സൊളാനോ ആണോ, ട്യൂബറോസോ ആണോ? നമ്മൾ നേരത്തെ ബൈനോമിയൽ നോമൻക്ലേച്ചർ പഠിച്ചപ്പം മറന്നു പോയിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബാക്ക് പഠിച്ചിട്ട് വരണം. ഓക്കെ, മാൻജിഫറ എന്ന് പറയുന്നത് ജനറിക് നെയിമും ഇൻഡിക്ക എന്ന് പറയുന്നത് സ്പെസിഫിക് എപ്പിത്തറ്റോ. സ്പീഷീസ് ഏതാണ്? ഇൻഡിക്കയാണ്, ട്യൂബറോസമാണ്, ലിയോ ആണ്, സാപ്പിയൻസ് ആണ്. കിട്ടിയില്ലേ? ഇൻഡിക്ക ഇവരൊരു സ്പീഷീസ്. ഒരിക്കലും പറയരുത് ലോകത്തുള്ള മാംഗോ ഫുള്ള് സയൻറ്റിഫിക് നെയിം മാൻജിഫറ ഇൻഡിക്ക ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാൻജിഫറ തന്നെ പല സ്പീഷീസ് ഉണ്ടാവും മാങ്ങയിൽ. ഓക്കെ, അത് വേറെ കാര്യം. ചെറിയ ചെറിയ വ്യത്യാസത്തിനായിരിക്കേ, അല്ലാതെ ടേസ്റ്റിനൊന്നും അങ്ങനെ വലിയ ഇതൊന്നും ഉണ്ടാവില്ല. ചെറിയ എന്നാൽ മാങ്ങയുടെ ഷേപ്പ് തന്നെ വേറെ ആണെങ്കിലോ അങ്ങനെ കൺഫ്യൂഷൻ ആയോ? ഇതാ ഇവിടെ നോക്കിക്കേ, പൂച്ച. ഇവരെല്ലാവരും ഒരൊറ്റ സ്പീഷീസ് ആണോ? നിറം എന്ന് നിങ്ങൾ പറയരുത്. നിറം വ്യത്യാസം കൊണ്ട് ഞാൻ വേറെ സ്പീഷീസ് ആക്കി എന്ന് ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ പറയരുത്. ശ്രദ്ധിച്ച് നോക്കണം. നിറം മാത്രമല്ല, ഇതാ ഈ പൂച്ചേൻ്റെ മുഖം നോക്കിക്കേ, ഈ പൂച്ചേൻ്റെ ഫേസ് നോക്കിക്കേ, ഇതിൻ്റെയോ, ഇതിൻ്റെ എൻറ്റയർ ഇവരുടെ ഇവരുടെ ഹാബിറ്റും ഇവരുടെ ലിവിങ് സ്റ്റൈലും ഇവരുടെ ബോഡിയിലുള്ള എന്താ പറയുക, ബോഡിയിലുള്ള ഫീച്ചേഴ്സും ഫിസിക്കൽ കണ്ടീഷൻസും ജനറ്റിക്കും വളരെ ഡിഫറൻസ് ഉണ്ടാവും. ഇതൊക്കെ ഓരോ സ്പീഷീസാണ്. മനസ്സിലായോ? അപ്പം സ്പീഷീസ് എന്ന് പറയുന്നത് ഒരു ടാക്സയാണ്, ക്യാറ്റ് എന്ന് പറയുന്നത് ഒരു ടാക്സയാണ് എന്ന് വെച്ച് ഒരു ടാക്സ മുഴുവൻ ഒരു സ്പീഷീസ് ആണെന്ന് പറയരുത്. കിട്ടിയോ? ക്യാറ്റ് എന്ന് പറയുന്ന ഒരു ടാക്സയാണ്, സ്പീഷീസ് എന്ന് പറയുന്ന ഒരു ടാക്സയാണ്. എന്നാൽ ക്യാറ്റ് എന്ന് പറയുന്ന ടാക്സ മുഴുവൻ ഒരു സ്പീഷീസ് അല്ല. ഓക്കെ, ഒരു ഗ്രൂപ്പ് അതൊരു ടാക്സ. നമ്മൾ ഗ്രൂപ്പിന് പകരം ടാക്സ എന്ന് പറയുന്നു. അത്രയും മാത്രം ആലോചിക്കാം. സ്പീഷീസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ഡിഫൈൻ ചെയ്ത് വരുവാണ്. ഇവരൊക്കെ ഓരോ സ്പീഷീസാണ്. ഫെലിസ് എന്നാണ് ഇവരെ, ഫെലിസ് വെച്ചിട്ട് ഫെലിസ് കാറ്റസ് ആണ് നമ്മളെ കോമൺ ക്യാറ്റ്. ഫെലിസ് കാറ്റസ്, ഫെലിസ് മാർഗരീറ്റ ഉണ്ട്, ഫെലിസ് സിൽവസ്ട്രസ് ഉണ്ട്. അങ്ങനെ പലതരം ക്യാറ്റ്സ് ഉണ്ട്. ഫെലിസ് മാർഗരീറ്റ, ഫെലിസ് സിൽവസ്ട്രസ്, ഫെലിസ് കാറ്റസ്, ഫെലിസ്. Okay. And moving to the higher category, genus. A group of related species which has more characters in common in comparison to species of other genera. മറ്റുള്ള ജനീറയിലെ സ്പീഷീസിനെ വെച്ച് നോക്കുമ്പോൾ അവർ വേറെ, ഇവർ വേറെ. ഇവരുടെ ക്യാരക്ടേഴ്സ് സ്പീഷീസിനുള്ളിലുള്ള ഇങ്ങനെ കാണിച്ചു തരാം. ഒരു സ്പീഷീസ് ഇതിനുള്ളിലുള്ള ആൾക്കാർക്ക് തമ്മിൽ വളരെ സിമിലാരിറ്റി ആയിരിക്കും. ഇത് മറ്റൊരു സ്പീഷീസ്, ഇവർക്ക് തമ്മിൽ വളരെ സിമിലാരിറ്റീസ് ഉണ്ടാവും. എന്ന് വെച്ച് ഇവരും തമ്മിൽ ഉള്ള സിമിലാരിറ്റിക്ക് അത്രയും സിമിലാരിറ്റി ഉണ്ടാവില്ല ഇവർ തമ്മിൽ. എന്നാലും ചെറിയ എന്തെങ്കിലുമൊക്കെ സിമിലാരിറ്റി, ചെറിയ കാര്യങ്ങളിലൊക്കെ അവർക്ക് കുറച്ച് യോജിപ്പൊക്കെ ഉണ്ട്.
അങ്ങനെ ഇവരെ ഒരു ഗ്രൂപ്പാക്കും. ഇതാണൊരു ജീനസ്. ഇതൊരു സ്പീഷീസ്. ഇവരെ രണ്ടുപേർക്കും കോമൺ ആയിട്ട് ചില ക്യാരക്ടേഴ്സ് ഉള്ളത് കൊണ്ട് അവരെ ഒരു ജീനസ് ആക്കി. ഇതാ നോക്കിക്കേ, എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ് വിച്ച് ഹാസ് മോർ ക്യാരക്ടേഴ്സ്. എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ്, അതാണ് മെയിൻ ആയിട്ട് ജീനസിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ്, റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്പീഷീസിൻ്റെ ഒരു ഗ്രൂപ്പ്. നോക്കിക്കേ, സൊളാനം ട്യൂബറോസം ഇസ് സയൻറ്റിഫിക് നെയിം ഓഫ് പൊട്ടറ്റോ. സൊളാനം മെലോഞ്ചന. പുതിയ വേർഡ്സ് ഒക്കെ നമ്മൾ കേട്ട് തുടങ്ങുകയാണ്. കേട്ട് പേടിച്ച് ക്ലാസ് ഓഫാക്കി പോവരുത്. എളുപ്പമാണ്, അത്ര പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ ഈ ഒരു എക്സാമ്പിളൊക്കെ പഠിച്ചാൽ മതിയാവും, എല്ലാം ഒന്നും പഠിക്കേണ്ട. കാരണം പ്ലസ് 1 ലെവലിൽ നമ്മളെല്ലാ സയൻറ്റിഫിക് നെയിമും അറിഞ്ഞിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല, ആവശ്യമില്ല. സൊളാനം മെലോഞ്ചന. എന്താണ് സൊളാനം മെലോഞ്ചന എന്നറിയോ? നമ്മൾ എഗ് പ്ലാന്റ് എന്നൊക്കെ പറയില്ലേ, വഴുതിന, നമ്മുടെ ബ്രിഞ്ചോൾ, അതാണ് സൊളാനം മെലോഞ്ചന. സൊളാനം ട്യൂബറോസം. നോക്കിക്കേ, ഇവർക്ക് രണ്ടുപേർക്കും പേരിൽ വലിയ സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ ഇവർക്ക് എന്തോ സിമിലാരിറ്റി ഉണ്ടായേ നോക്കാം. പാന്തറ ലിയോ, പാന്തറ ടൈഗ്രിസ്. പാന്തറ ലിയോ നമ്മളെ സിംഹം, പാന്തറ ടൈഗ്രിസ് നമ്മളെ കടുവ, ടൈഗർ. സൊളാനം ട്യൂബറോസം, സൊളാനം മെലോഞ്ചനയും തമ്മിൽ എന്താ ബന്ധം? ട്യൂബറോസം എന്ന് പറയുന്ന ഒരു സ്പീഷീസ്, മെലോഞ്ചന എന്ന് പറയുന്നത് ഒരു സ്പീഷീസ്. എന്നാൽ ഇവർ രണ്ടുപേരും സൊളാനം എന്ന് പറയുന്ന ജീനസിലാണ്. ഇതാ ഈ ആദ്യത്തെ ടേംസ്, നമ്മൾ സ്പീഷീസ് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ടേംസ് ആയിരുന്നു പറഞ്ഞത്. ഈ ജീനസ് പറയുമ്പോൾ ഇതാണ് ജീനസ്, ആദ്യത്തെ ടേമാണ് ജീനസ്. പാന്തറയാണ് ജീനസ്. ഇവർ രണ്ടുപേരും, ട്യൂബറോസും മെലോഞ്ചനയും ഒരു ജീനസിലാണ്. ലിയോയും ടൈഗ്രസും ഒരു ജീനസിലാണ്. കിട്ടിയില്ലേ? ഒന്നും കൂടി റെഡിയാക്കണോ? നോക്കാം. പാന്തറ ലിയോ. പാന്തറയ്ക്ക് ഞാൻ ഇനി ഡോട്ട് ഇടുന്നല്ലേ. പാന്തറ ടൈഗ്രസ്. ഇവർ രണ്ടുപേരും പാന്തറ എന്ന് പറയുന്ന ജീനസിലാണ്. സൊളാനം ട്യൂബറോസം ആൻഡ് സൊളാനം മെലോഞ്ചന. ഇവർ രണ്ടുപേരും സൊളാനം എന്ന് പറയുന്ന ജീനസിലാണ്. ഓക്കെ, സൊളാനം എന്ന് പറയുന്ന ജീനസ്, ഈ വലിയൊരു ഗ്രൂപ്പിൽ സൊളാനം ട്യൂബറോസം എന്ന് പറയുന്ന ഒരു സ്പീഷീസും ഉണ്ട്, മെലോഞ്ചന എന്ന് പറയുന്ന ഒരു സ്പീഷീസും ഉണ്ട്. ഇപ്പം കിട്ടിയില്ലേ? ഇതാണ് സൊളാനം, ഈ ജീനസ്. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഫെലിസിൻ്റെ നോക്കുകയാണെങ്കിൽ, ക്യാറ്റിൻ്റെത്, ക്ലിയർ ഓൾ അടിക്കാൻ പറ്റും. ഫെലിസ് നോക്കുകയാണെങ്കിൽ, ഫെലിസ് കാറ്റസ് ഉണ്ട് അല്ലേ? ഫെലിസ് കാറ്റസ് ഉണ്ട്, ഫെലിസ് സിൽവസ്ട്രസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. സിൽവസ്ട്രസ് ഇതൊക്കെ ഓരോ പൂച്ചയുടെ പേരാണ്. ഈ ഫെലിസ് കാറ്റസും ഫെലിസ് സിൽവസ്ട്രസും ഏത് ജീനസിലാണ്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. ഫെലിസ് കാറ്റസും ഫെലിസ് സിൽവസ്ട്രസും ഏത് ജീനസിലാണ്? ആ പേരിൽ തന്നെ ഉണ്ട്. വെരി ഗുഡ്. ഫെലിസ്. നിങ്ങൾ വല്ലതും പറയുന്നുണ്ടോ? ഞാൻ ഡോറയുടെ പ്രയാണത്തിൽ ഡോറ പറയുന്ന മാതിരിയാവോ? ഓക്കെ, മൂവിങ് ഓൺ ടു ദ ഹയർ കാറ്റഗറി, ഫാമിലി. കണ്ടോ, പ്ലാന്റ്സിന് വരെ ഫാമിലി ഉണ്ട്. പ്ലാന്റ്സിന് ഓർഗാനിസത്തിന് വരെ ഫാമിലി ഉണ്ട്. നമുക്കും ഉണ്ടല്ലോ ഫാമിലി. ഫാമിലി ഈസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനീറ വിത്ത് ലെസ് നമ്പർ ഓഫ് സിമിലാരിറ്റീസ് ആസ് കമ്പയർഡ് ടു ജീനസ് ആൻഡ് സ്പീഷീസ്. ജീനസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഫാമിലി ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജീനസ്, അതിന് മുകളിലാണല്ലോ. താരതമ്യേന സിമിലാരിറ്റി ഉള്ള കുറച്ച് ജീനസിനെ ഒന്നിച്ച് ഒരു പെട്ടിയിലാക്കി. അതാണ് ഒരു ഫാമിലി എന്ന് പറയുന്നത്. ഇതൊരു ഫാമിലി. ഈ ഫാമിലിയിൽ 2 ജീനസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു ജീനസ്. ഈ ജീനസിൻ്റെ ഉള്ളിൽ കുറേ സ്പീഷീസ് ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? ഈ സ്പീഷീസ് തമ്മിൽ ഒരുപാട് സിമിലാരിറ്റി ഉണ്ടായിരുന്നു. സ്പീഷീസിനുള്ളിൽ സ്പീഷീസ് തമ്മിൽ കുറച്ച് സിമിലാരിറ്റി. ജീനസ് തമ്മിലോ സിമിലാരിറ്റി എണ്ണം കുറഞ്ഞു. കാറ്റഗറി വലുതായി വരുന്നു. ഓർഗാനിസത്തിന് എണ്ണം കൂടി ഒരുപാട് ഓർഗാനിസമായി അവരുടെ സിമിലാരിറ്റി കുറഞ്ഞു വന്നു. സൊളാനേസിയ ഒരു ഫാമിലിയാണ്, ഫെലിഡെ ഒരു ഫാമിലിയാണ്, കാനിഡെ ഒരു ഫാമിലിയാണ്. സൊളാനേസിയെ നമ്മൾ ഉരുളക്കിഴങ്ങും പൊട്ടറ്റോയും നമ്മൾ ബ്രിഞ്ചോളൊക്കെ വരുന്ന ഫാമിലിയാണ് സൊളാനേസിയെ.
ഫെലിഡേ പൂച്ചയൊക്കെ വരുന്ന ഫാമിലിയാണ്. കാനിഡേ ഡോഗ്സ് ഒക്കെ വരുന്ന ഫാമിലിയാണ്. ആൻഡ് ഫൺ തിങ് എന്താണെന്ന് വെച്ചാൽ ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലിയിൽ നമ്മുടെ ഫെലിസ് മാത്രമല്ല നമ്മളെ പാന്തറ കൂടി വരും. പാന്തറ അതായത് സിംഹം, കടുവ ഇവരൊക്കെ വരുന്ന ജീനസ് ആയിരുന്നു പാന്തറ. ഇവരും നമ്മുടെ പൂച്ച, കാറ്റൊക്കെ വരുന്ന ഫെലിസ് എന്ന് പറയുന്ന ജീനസും ഏത് ഫാമിലിയിലാണ് വരുന്നത്? ഫെലിഡേ. പൂച്ചയും സിംഹവും തമ്മിൽ, പൂച്ചയും കടുവയും തമ്മിൽ ബന്ധമുണ്ട്. കിട്ടിയില്ലേ? അപ്പം ഇങ്ങനെ ഓർഗാനിസം വിയേർഡ് കോമ്പിനേഷൻസ് ആണ് ഇനി കാണാൻ പോകുന്നത്. നമ്മൾ തമ്മിൽ ഒരു ബന്ധവും നമുക്ക് തോന്നാത്ത ആൾക്കാർ തമ്മിൽ ബന്ധമുണ്ട്. നമ്മൾ സിസ്റ്റമാറ്റിക്സ് ഇവല്യൂഷണറി ക്യാരക്ടേഴ്സൊക്കെ വെച്ചിട്ടാണ് ഈ ഗ്രൂപ്പിംഗ് ഒക്കെ ചെയ്യുന്നത്. കാനിഡ ഡോഗ്സ് ഒക്കെ ഉള്ള ഒരു ഫാമിലിയാണ്. ആൻഡ് നോക്കിക്കേ, ഇതാ നമ്മുടെ കടുവ വന്നു, സിംഹം വന്നു, ആ കൂട്ടത്തിൽ നോക്കിയേ ആശാൻ ഇരിക്കുന്ന നോക്കിക്കേ. എന്താ അല്ലേ, സിംഹത്തിൻ്റെ ഒക്കെ കൂടെ കയറി ഇരിക്കുക പൂച്ച. ആൻഡ് മൂവിങ് ടു ദ ഹയർ കാറ്റഗറി ഓർഡർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഫാമിലീസ്. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജീനസ് ആയിരുന്നു നമ്മളെ ഫാമിലി. അപ്പം ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഫാമിലീസ് ആണ് നമ്മളെ ഓർഡർ. കുറച്ചും കൂടി മുകളിലോട്ട് വന്നു, ഹൈറാർക്കീൻ്റെ മുകളിലേക്ക് പോകും തോറും, ടാക്സോണമിക് ഹൈറാർക്കിയിൽ വെൻ മൂവിങ് ഫ്രം ബോട്ടം ടു ദ ടോപ്പ് നമ്പർ ഓഫ് ഓർഗാനിസം ഇൻക്രീസസ് ആൻഡ് ദെയർ സിമിലാരിറ്റീസ് ഡിക്രീസസ്. നമ്പർ കൂടും, അവരുടെ സിമിലാരിറ്റി കുറഞ്ഞു വരുവാണ്. ഓർഡറിൽ അവർ തമ്മിലുള്ള സിമിലാരിറ്റീസ് കുറച്ചും കൂടി കുറഞ്ഞു. കാരണം എന്താ നോക്കിയേ, ഇതൊരു ഓർഡർ. ഇതിൽ നമ്മൾ 2-3 ഫാമിലി ഉണ്ടെന്ന് വിചാരിക്കുക. ഇതൊരു ഫാമിലി. ആ ഫാമിലിക്കകത്ത് എന്തുണ്ടാവും? ജീനസ് ഉണ്ടാവില്ലേ? ജീനസ്. ഈ ജീനസിനകത്ത് എന്തുണ്ടാവും? സ്പീഷീസ് ഉണ്ടാവില്ലേ? സ്പീഷീസ്. ഈ സ്പീഷീസിനുള്ളിലുള്ള ഇൻഡിവിജ്വൽസ് നല്ല സിമിലാരിറ്റിയാണ്. സ്പീഷീസ് തമ്മിൽ സിമിലാരിറ്റി കുറച്ച് കുറഞ്ഞു, ജീനസ് തമ്മിൽ സിമിലാരിറ്റി കുറച്ചും കൂടി കുറഞ്ഞു. ജീനസും ഫാമിലി തമ്മിൽ സിമിലാരിറ്റി കുറച്ചും കൂടി കുറഞ്ഞില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പൂച്ചകൾക്കുള്ളിൽ വളരെ സിമിലാരിറ്റി ഉണ്ട്. പക്ഷേ വിവിധ തരം പൂച്ചകൾക്ക് സിമിലാരിറ്റി കുറച്ച് കുറവായിരിക്കും. പൂച്ചയും പുലിയും തമ്മിൽ എന്തോരം സിമിലാരിറ്റി ഉണ്ട് ആലോചിച്ചാൽ അറിഞ്ഞൂടെ? അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻസ് ആണ് വരുന്നത്. ഫാമിലി, എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഫാമിലീസ്. ദ സിമിലർ ക്യാരക്ടേഴ്സ് ആർ ലെസ് ഇൻ നമ്പർ ആസ് കമ്പയർഡ് ടു ഡിഫറെൻറ്റ് ജെനീറ ഇൻക്ലൂഡഡ് ഇൻ എ ഫാമിലി. ഒരു ഫാമിലിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ജെനീറയിൽ അവരുടെ സിമിലാരിറ്റി കുറഞ്ഞു വരികയാണെന്നാണ് പറഞ്ഞത്. കാർണിവോറ ഇസ് എൻ ഓർഡർ. പോളിമോണിയൽസ് ഒരു ഓർഡറാണ്. പ്രൈമേറ്റ ഒരു ഓർഡർ. നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാർണിവോറ ഒരു ഓർഡറാണ്. പ്രൈമേറ്റ ഒരു ഓർഡറാണ്. പോളിമോണിയൽസ് ഒരു ഓർഡറാണ്. ആൻഡ് ദ ഫണ്ണിയസ്റ്റ് തിങ് ഇസ് ദാറ്റ് കാർണിവോറയിലാണ് നമ്മുടെ ഇതാരായിരുന്നു? ഇവരുടെ ഫാമിലി ഏതായിരുന്നു? ഈ കടുവയുടെ ഒക്കെ ഫാമിലി ഏതാണ്? ഫെലിഡേ ആണല്ലേ. പൂച്ചയും കടുവയൊക്കെ ഒരു ഫാമിലിയിൽ വന്നു എന്ന് ഞാൻ പറഞ്ഞു. ഫെലിഡേ ആണ് ഇവർ. ഇനി കാനിഡേ ഡോഗ്സിൻ്റെ ഒക്കെ ഫാമിലി. ഡോഗല്ല, എന്താണ്, ചെന്നായി എന്നുള്ളൂ. ഓക്കെ, ഡോഗ്സിൻ്റെ ഒക്കെ ഫാമിലി. ഡോഗ്സിൻ്റെ ഫാമിലിയും നമ്മളെ പൂച്ച, പുലി ഇവരുടെയൊക്കെ ഒരു ഫാമിലിയും കൂടി, ഡോഗ്സും കൂടി ഇവരുടെ കൂട്ടത്തിലേക്ക് വന്നു. കാണാൻ വേണ്ടിയിട്ട് പൂച്ചയ്ക്കും നായ്ക്കും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇല്ലല്ലോ. വാലുണ്ട്, 4 കാലുണ്ട്, ചെവിയുണ്ട് എന്നൊക്കെ അല്ലാതെ നമുക്ക് പെട്ടെന്നൊന്നും അത് പൂച്ച ഇത് നായ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റൂലേ? പക്ഷേ ഗ്രൂപ്പായിട്ട് മുകളിലോട്ട് പോകുമ്പോൾ ഇവർ തമ്മിൽ എന്തൊക്കെയോ റിലേഷൻ ഉണ്ട്. ഇവല്യൂഷണറി സിഗ്നിഫിക്കൻസ് നോക്കുമ്പോൾ ഇവർ തമ്മിലൊക്കെ എന്തൊക്കെയോ റിലേഷൻസ് ഉണ്ട്. ഇവരുടെ ഇൻറ്റേർണൽ ഓർഗാൻസ്, ഇവരുടെ ഇൻറ്റേർണൽ ഫങ്ഷനിങ് അതൊക്കെ വെച്ചിട്ടാണ് ഈ ക്ലാസിഫിക്കേഷനൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പം കാർണിവോറയിൽ ആരൊക്കെ വന്നു? കാർണിവോറയിൽ നമുക്ക് മാറ്റാം. കാർണിവോറയിൽ ഫെലിഡേ വന്നു, നമ്മുടെ കാനിഡേ വന്നു. ഫെലിഡേ വന്നു, കാനിഡേ വന്നു. ആൻഡ് നെക്സ്റ്റ് ഇസ് ക്ലാസ്. അടുത്ത ഹയർ കാറ്റഗറിയാണ്, 5ാമത്തെയാണ് ക്ലാസ്. ക്ലാസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഓർഡേഴ്സ്. ഇത് നമ്മൾക്ക് മനസ്സിലാക്കിയെടുത്താൽ ഇതിനെപ്പറ്റി എഴുതാൻ വളരെ സിമ്പിളാണ്. 1-2 എക്സാമ്പിൾ പഠിച്ച് വയ്ക്കുക. എന്നിട്ട് സ്പീഷീസ് ആണെങ്കിൽ ജീനസ് ആണെങ്കിൽ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ്,
സ്പീഷീസ് ജീനസ് ആണ്, ഫാമിലി ആണെങ്കിലോ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജീനസ്. അങ്ങനെ അങ്ങനെ എഴുതി പോയാൽ മതി. ക്ലാസ് ആണെങ്കിൽ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഓർഡർ ആണ് ക്ലാസ് എന്ന് പറയുന്നത്. മാമേലിയ, റെപ്റ്റൈൽസ്, ഏവ്സ്, ആംഫീബിയൻസ് ഇതിൽ വരും. ആംഫീബിയൻസ് ഇതൊക്കെ ഓരോ ക്ലാസ് ആണ്. ഇതിൽ മാമേലിയ, മാമൽസ്, നമ്മളൊക്കെ മാമേലിയയിലാണ്. റെപ്റ്റൈൽസ്, ഉരകജീവികൾ, നമ്മൾ ക്രൊക്കഡൈൽസ്, സ്നേക്ക്, ഇതൊക്കെ റെപ്റ്റൈൽസിൽ വരും. ഏവ്സ്, ബേർഡ്സ്. നമ്മൾ ഇതുവരെ ബേർഡ്സിനെ വെച്ച് ഒരു എക്സാമ്പിളും പറഞ്ഞിട്ടില്ല. ബേർഡ്സ് എപ്പോഴാണ് ഈ കൂട്ടത്തിൽ കൂടുന്നത് നോക്കിക്കേ. ബേർഡ്സ് ഏവ്സ് വരുവാണ്. ഏവ്സ് വരുന്നുണ്ട്. അടുത്ത കാറ്റഗറിയിൽ ഏവ്സ് വരുന്നുണ്ട്. ഏവ്സ് ഇപ്പം നമ്മൾ ക്ലാസ് ആയിട്ട് പഠിച്ചു. റെപ്റ്റൈൽസ്, മാമൽസ്, ആംഫീബിയൻസ്, തവളയൊക്കെ ഇല്ലേ, ഫ്രോഗ്, ഇതൊക്കെയാണ് ആംഫീബിയൻസിൻ്റെ ഗ്രൂപ്പിൽ വരുന്നത്. ഇനിയും മറ്റേ സംഭവം വരയ്ക്കണോ? ക്ലാസ്സിൻ്റെ ഉള്ളിൽ ആരാ വരിക? ഓർഡർ അല്ലേ? ഓർഡർ. അതിൻ്റെ ഉള്ളിൽ ഫാമിലി, അതിൻ്റെ ഉള്ളിൽ ജീനസ്, അതിൻ്റെ ഉള്ളിൽ സ്പീഷീസ്. ഇനി വരച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. മൂവ് ഓൺ. നോക്കിക്കേ, മാമേലിയ, മാമൽസ് ഇത് വന്നതുകൊണ്ട് ആരൊക്കെ വന്നു? നമ്മുടെ എലിഫൻറ്റ് വന്നു, ഹിമക്കരടിയൊക്കെ വന്നു. ഇവരെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഫിഷസ് ഒക്കെ വന്നു, ഡോൾഫിൻസ് ഒക്കെ വന്നു. ആൻഡ് മൂവിങ് ടു ദ ഹയർ കാറ്റഗറി, ഫൈലം. ഫൈലം ഇസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ക്ലാസ്സസ്. ഫൈലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഫൈലം എന്ന് ആനിമൽസിൻ്റെ പറയും. ആനിമൽസിൻ്റെ കാറ്റഗറിയാണ് ഫൈലം. പ്ലാന്റ്സിന് അത് വരുമ്പോൾ നമ്മൾ ഡിവിഷൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ ഇവിടെ നോക്കിക്കേ, ഫൈലം ഓർ ഡിവിഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഫൈലത്തിൻ്റെത്, ഫൈലം എന്ന് പറയുന്നത് നമ്മൾ ആനിമൽസിനെയാണ്, പ്ലാന്റ്സിനാണ് നമ്മൾ ഡിവിഷൻ എന്ന പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ക്ലാസ്സസ് ആണ് ഒരു ഫൈലം എന്ന് പറയുന്നത്. 2 ഫൈലത്തിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കോർഡേറ്റ, ആർത്രോപോഡ. കോർഡേറ്റ, ആർത്രോപോഡ നമ്മളൊക്കെ കോർഡേറ്റ്സിൽ വരുന്നതാണ്. ആർത്രോപോഡ്സിലാണ് നമ്മൾ ഇൻസെക്ട്സ് വരുന്നത്. ഇതുവരെ ഇൻസെക്ട്സിനെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ. ഇൻസെക്ട്സ് ഒക്കെ വരുന്ന ആൾക്കാരാണ് ഈ ആർത്രോപോഡ. ഇനി ഇത് വരയ്ക്കേണ്ടല്ലോ. ഈ ചിത്രത്തിൽ നോക്കിക്ക് ആരൊക്കെ വന്നു. നമ്മുടെ പുതിയതായിട്ട് ഓക്കെ, ഇൻസെക്ട്സ് ആർത്രോപോഡയിൽ വരും. ഇതിൽ നമ്മൾ കൊടുത്തിട്ടില്ല. ഓക്കെ, അടുത്തത് ഏറ്റവും ടോപ്പിൽ ആരാണ്? കിങ്ഡം ആണല്ലേ. ആൻഡ് ദ ലാസ്റ്റ് കാറ്റഗറി ഈസ് കിങ്ഡം. ഏറ്റവും ഹയർ കാറ്റഗറിയാണ്, ഏറ്റവും ഹയർ ടാക്സോണമി കാറ്റഗറി. നമ്മുടെ ടാക്സോണമി ഹൈറാർക്കിയിൽ ഏറ്റവും മുകളിൽ കിങ്ഡമാണ്. ആൻഡ് ഞാൻ പറഞ്ഞുതരാം. വൺ ഓഫ് ദി ക്യൂരിയസ് തിങ് ഇസ് ദാറ്റ് നമ്മുടെ ഈ ഭൂമിയിലുള്ള മുഴുവൻ ഓർഗാനിസത്തിനെയും മുഴുവൻ ലിവിങ് തിങ്സിനെയും നമുക്ക് 5 കിങ്ഡത്തിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു കടൽ പോലെ കിടക്കുവാണ്. എവിടെ നിന്ന് തുടങ്ങുമെന്ന് പറയുമ്പോൾ മുകളിൽ നിന്ന് വെറും 5 ഗ്രൂപ്പ്. അയ്യോ, ഇത്രയേ ഉള്ളൂ. നമ്മളടുത്ത് സൂം ചെയ്ത് നോക്കുമ്പോഴോ കോടിക്കണക്കിന് ഓർഗാനിസം ആണല്ലേ ഉള്ളിൽ കിടക്കുന്നത്. കിങ്ഡം കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഫൈലം വരുന്നത്. ഫൈലത്തിലാണെങ്കിലോ ഓർഗാനിസം കൂടുതലല്ലേ ആണ്. പറയുമ്പോൾ 5 ഗ്രൂപ്പേ ഉള്ളൂ, പക്ഷേ ഗ്രൂപ്പിനുള്ളിൽ എത്ര ഓർഗാനിസം ഉണ്ട്? ഒരുപാടില്ലേ. 5 കിങ്ഡം ആണുള്ളത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്. നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സിലൊക്കെ അത് പഠിക്കാനുണ്ട്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ 2 കിങ്ഡംസ് ആണ്, അനിമേലിയ, പ്ലാന്റിയ. അനിമേലിയ ആൻഡ് പ്ലാന്റിയ. All animals belonging to various phyla are assigned to the highest category called kingdom. എല്ലാ ആനിമൽസിനെയും ഡിഫറെൻറ്റ് ഫൈല, ഒരുപാട് ഫൈല ഉണ്ടാവും, ഒരുപാട് ഫൈലമുണ്ട്. അതിലുള്ള എല്ലാ ആനിമൽസിനെയും നമ്മൾ അനിമേലിയ എന്ന് പറയുന്ന കിങ്ഡത്തിലാണ് പെടുന്നത്. അതായത് നമ്മൾ അനിമേലിയയിലാണ്, ചെറിയ ഒരു ചേരാട്ട അനിമേലിയയിലാണ്, ചെറിയൊരു ആൻഡ് ഉറുമ്പ് അനിമേലിയയിലാണ്, നമ്മുടെ കോഴി, കടുവ, സിംഹം, നമ്മുടെ എലിഫൻറ്റ് എല്ലാവരും അനിമേലിയയിലാണ്. നമ്മൾ അവരുടെ കൂടെ വന്നു നമുക്കും അവർക്കും നമ്മൾ എന്തോ ഒരു സിമിലാരിറ്റി ഉണ്ട്. മനസ്സിലായില്ലേ? അതാണ് ഇവല്യൂഷൻ എന്ന് പറയുന്നത്. ഇവല്യൂഷൻ നമ്മൾ 10ാം ക്ലാസ് പഠിച്ചതല്ലേ. അനിമേലിയ ആൻഡ് ദ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഓഫ് ആനിമൽസ് ആൻഡ് ഓൾ പ്ലാന്റ്സ് ഫ്രം വാരിയസ് ഡിവിഷൻസ്. ഡിവിഷൻ എന്ന് എടുത്ത് പറഞ്ഞു. നേരത്തെ ഫൈലോ ആയിരുന്നു, ഇത് ഡിവിഷൻ. പ്ലാന്റ്സിനാണ് ഡിവിഷൻ എന്ന് പറയുന്നത്. ഡിവിഷൻസ് ഇസ് ബിലോങ്ങിങ് ടു ദ കിങ്ഡം പ്ലാന്റിയ. പ്ലാന്റിയയിലാണ് എല്ലാ പ്ലാന്റ്സും പെടുന്നത്. ആൻഡ് അനിമേലിയ, പ്ലാന്റിയ. ഇനി നമുക്കൊന്ന് ഈ ചിത്രം നോക്കുക. നമ്മളെ ഇൻസെക്ട്സ് വന്നു, കാക്കയൊക്കെ കിടക്കുന്നതാ. കാക്ക
കണ്ടോ, പാമ്പ് എല്ലാവരും അനിമേലിയലാണ്. നമ്മൾ ഈ ഒരു മനുഷ്യനെയും കൂടി വരച്ചു വെക്കണമായിരുന്നു അല്ലേ, നമ്മൾ വരെ ഈ അനിമേലിയയിലാണ് പെടുന്നത്. സിമ്പിളായിട്ട് നിങ്ങൾ ഈ ചിത്രം നോക്കുക. ഇതാ ഇവിടെയുണ്ട് നമ്മളെ കാറ്റസ് എന്ന് പറയുന്ന സ്പീഷീസ്. ഈ കാറ്റസ് എന്ന് പറയുന്ന സ്പീഷീസിലാണ് ഇവർ മുഴുവൻ വരുന്നത്. ഇവിടെയുണ്ട് നമ്മളെ കാറ്റ്. ഫെലിസ് നമ്മുടെ സിംഹം വന്നേ, കാറ്റുണ്ട് ഇവിടെ, സിംഹത്തിൻ്റെ കൂടെ കാറ്റുണ്ട്. ഫെലിഡേ കണ്ടോ, സിംഹം ഇതാ. അയ്യോ, ഫെലിസ് എന്ന് പറയുമ്പോൾ സിംഹം വരുന്നില്ല അല്ലേ, പാന്ത്രയാണല്ലോ സിംഹം. ഫെലിഡേയിലാണ് സിംഹമൊക്കെ വരുന്നത്. ഫെലിസ് പലതരത്തിലുള്ള കാറ്റുകൾ. ഇവിടെയുണ്ട്, ഇതാ ഈ പുള്ളിക്കാരൻ ഇവിടെയുണ്ട്. ഇവിടെ സിംഹത്തിൻ്റെ കൂടെ കയറിയിരിക്കുന്നു. അടുത്തത് ഓർഡറിൽ വരുമ്പം കാർണിവോറയിൽ ഫെലിഡേ വരുന്നുണ്ട്. ഫെലിഡേ നമ്മളെ കാർണിവോറയിൽ വരും. ഡോഗ്സും നമ്മളെ കാർണിവോറയിൽ കയറിയിരിക്കും. അടുത്തതായിട്ട് മാമേലിയയിൽ ഇതാ പുള്ളിക്കാരൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. കുതിരേൻ്റെയും ആനേൻ്റെയും ബാറ്റിൻ്റെയും ഒക്കെ കൂടെ മാമൽസ്, സസ്തനിയല്ലേ ഈ ബാറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ വവ്വാൽ. ഇതാ പുള്ളിക്കാരൻ ഇവരുടെ കൂടിയും കയറിയിരിക്കുന്നുണ്ട്. കോർഡേറ്റിൽ നോക്കിയാലോ, അതാ ഇവിടെയുണ്ട് നമ്മുടെ പൂച്ച. ഇവിടെ ഫിഷിൻ്റെ ഒക്കെ കൂടെ കയറി. ഓക്കെ, ബേർഡ്സ് വന്നു, ആംഫീബിയൻസ് ഒക്കെ വന്നു. ആൻഡ് ഫൈനലി ദ കിങ്ഡത്തിൽ ഇതാ ആരൊക്കെ ഉണ്ട്, ബട്ടർഫ്ലൈൻ്റെ കൂടെ വരെ ഈ പൂച്ചയ്ക്ക് കയറിയിരിക്കാം. മനസ്സിലായില്ലേ? വിയേർഡ് കോമ്പിനേഷൻസ് അല്ലേ തോന്നുന്നത്, പക്ഷേ ഇവർ തമ്മിലുള്ള മൈന്യൂട്ട് റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. നോക്കിക്കേതാ ഓർഗാനിസത്തിൻ്റെ എണ്ണം കൂടുന്നു. ഓർഗാനിസത്തിൻ്റെ എണ്ണം ഇവിടെ കൂടുന്നില്ലേ? ഓർഗാനിസം താഴേന്ന് മുകളിലോട്ട് പോകും തോറും ഓർഗാനിസത്തിൻ്റെ എണ്ണം കൂടി വരികയാണ്. ഇവർ തമ്മിലുള്ള റിലേഷനേക്കാളും കൂടുതൽ റിലേഷൻ ഇവർ തമ്മിലല്ലേ. അപ്പോൾ ഓർഗാനിസത്തിൻ്റെ റിലേഷൻ താഴോട്ട് വരുമ്പോഴാണ് കൂടി വരുന്നത്, മുകളിലോട്ട് വരുമ്പോൾ തോറും കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇതാ ഓർഗാനിസത്തിൻ്റെ എണ്ണം കൂടുന്നു, റിലേഷൻ കുറഞ്ഞു വരുന്നു. ഇതാണ് ബേസിക് ഐഡിയ. നമുക്ക് എല്ലാവരെയും കൂടി ഒന്ന് സമ്മറൈസ് ചെയ്താലോ. ഓക്കെ, ഞാൻ കുറച്ച് എക്സാമ്പിൾ ഇവിടെ ചെയ്താൽ പാന്തറയിൽ തന്നെ ചെയ്തല്ലേ, പാന്തറ ലിയോ എല്ല് ക്യാപിറ്റൽ അല്ലേ, പാന്തറ ലിയോ. ഞാൻ ഇപ്പോൾ എഴുതുമ്പോൾ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുന്നില്ല, അവസാനം ഒരു വര മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പാന്തറ ലിയോ, പാന്തറ ടൈഗ്രിസ്, ഇവർ രണ്ടുപേരും ഇവിടെ കിടക്കട്ടെ. ഇവർ രണ്ടുപേരും ഏത് ജീനസിലാണ്? പാന്തറയിലാണല്ലേ, പാന്തറ. നമ്മൾ തന്നെ പറഞ്ഞു നോക്കട്ടെ, നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ, പറയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എവിടെയോ മനസ്സിലായിട്ടില്ല എന്നാണ്, നമുക്ക് സ്കിപ്പ് ചെയ്യണം. അപ്പം ബാക്ക് അടിക്കണം. ഫെലിസ് കാറ്റസ് പൂച്ചയാണല്ലേ, ഫെലിസ് സിൽവസ്ട്രസ്. ഇവർ രണ്ടുപേരെയും നമ്മൾ ഫെലിസിൽ കയറ്റാം. ഇതൊരു ജീനസ്, ഇത് സ്പീഷീസ് ലെവല്, ഇത് ജീനസ് ലെവല്. അടുത്തായിട്ട് ഈ പാന്തറയും ഫെലിസും കൂടി ഏത് ജീനസ് ഫാമിലിയാണല്ലേ അടുത്ത് വരാനുള്ളത്. ഫാമിലിയിൽ ആരാ ഉള്ളത്? നമ്മുടെ ഫെലിഡേ ഫാമിലിയാണ്. ഈ ഫെലിഡേൻ്റെ കൂടെ ഒരാളും കൂടി വരും, കാനിഡേ വേറൊരു ഫാമിലിയാണ്. അവർക്ക് ഇവരുമായിട്ട് ഇതുവരെ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല, ഇനി അങ്ങോട്ട് ഫെലിഡേയും കാനിഡേയും കൂടി ഫാമിലി കഴിഞ്ഞാൽ ഏതാണ് അടുത്തത്? ഓർഡർ ആണല്ലേ, ഓർഡർ. ഫെലിഡേയും കാനിഡേയും കൂടി കാർണിവോറയിൽ കയറും. കാർണിവോറേൻ്റെ താഴെ വേറൊരാളും കൂടി വരുന്നുണ്ട്, പ്രൈമേറ്റ്സ്. ഇവിടെയാണ് നമ്മളെ മങ്കീസ് ഒക്കെ വരുന്നത്. ഇതാ ഇവിടെ പൂച്ച, ഇവിടെ പുലിയും സിംഹമൊക്കെ. ഇവിടെയാണെങ്കിലോ ഇതാ ഇവിടെ പൂച്ചയും പുലിയും സിംഹമൊക്കെ ഉണ്ട്. ഇവിടെ കാനഡയിൽ ഡോഗ്സ് വരുന്നുണ്ട്. പ്രൈമേറ്റയിൽ നമ്മൾ കുരങ്ങന്മാരും കൂടി ഇവരുടെ കൂട്ടത്തിലേക്ക് വരികയാണ്. കുരങ്ങന്മാർ വന്നു. കാർണിവോറ, പ്രൈമേറ്റ, ഇവർ രണ്ടുപേരും ഓർഡർ കഴിഞ്ഞാൽ അടുത്ത കാറ്റഗറി ഏതാണ്? ക്ലാസ് ആണ് അല്ലേ. നിങ്ങൾക്കിത് കാണുമോ? കാണും. അടുത്തത് ക്ലാസ് ആണ്. അടുത്തത് മാമൽസ് ആണ് ഇവർ. മാമേലിയ മാത്രമല്ല, വേറൊരാളും കൂടി ഉണ്ട് തൊട്ടതാഴെ. വേറൊരാളല്ല, ഒന്നിലധികം ക്ലാസ്സസ് ഇല്ലേ? മാമേലിയ, റെപ്റ്റീലിയ ഉണ്ട്. ഇതൊക്കെ വേറെയാണ്. റെപ്റ്റീലിയ, ഉരകങ്ങൾ, പാമ്പൊക്കെ ഇവരുമായിട്ട് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. റെപ്റ്റീലിയ, ഏവ്സ്, നമ്മളെ ബേർഡ്സ്, പിന്നെ ആംഫീബിയൻസ് നമ്മളെ തവളയൊക്കെ ഇല്ലേ, ഇവരൊന്നും ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി അങ്ങോട്ട് ഇവരെല്ലാവരും കൂടി എവിടേക്ക് പോവുകയാണെന്നറിയോ? നമ്മളെ കോർഡേറ്റയിലേക്ക് പോവാണ്. കോർഡേറ്റ ഏതാണ്? ക്ലാസ് കഴിഞ്ഞാൽ ഫൈലം ആണല്ലേ. ഫൈലം കോർഡേറ്റ. കോർഡേറ്റ ഒരു ഫൈലമാണ്. എന്നാൽ കോർഡേറ്റ മാത്രമാണോ ഫൈലം? അല്ല.
നമുക്ക് ആർത്രോപോഡ് ഉണ്ട് ഫൈലം, ആർത്രോപോഡ. ഇതുവരെ നമ്മളെ ഇൻസെക്ട്സ് ഒന്നും വന്നിട്ടില്ലല്ലോ, ഒരുപാട് കാലുകളുള്ള പോഡ്സ്. അത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന്. കുറേ കൈകാലുകളൊക്കെ ഇല്ല ആർത്രോപോഡ്സ് ഇൻസെക്ട്സ് ഒക്കെ വന്നു. ഇതാരാണ് അവസാനം എത്തിയത്? അനിമേലിയ, കിങ്ഡം അനിമേലിയ. ഇത് കിങ് ആണ്. കിങ്ഡം അനിമേലിയയിലാണ് ഈ പറഞ്ഞ ആൾക്കാർ മുഴുവൻ വരുന്നത്. അതിൽ ഫൈലത്തിലെത്തുമ്പോൾ നമ്മൾ ഇൻസെക്ട്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ക്ലാസ് നോക്കുകയാണെങ്കിലോ നമ്മളെ ബേർഡ്സ് ഉണ്ട്, നമ്മുടെ ഫ്രോഗ് ഉണ്ട്, അതായത് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന ഓർഗാനിസംസ് ഒക്കെ അല്ലേ. റെപ്റ്റേലിയ, ഉരകങ്ങൾ, ഇഴഞ്ഞു നീങ്ങുന്ന ആൾക്കാരുണ്ട്. നമ്മളെ മാമൽസ് ഉണ്ട്, സസ്തനികളുണ്ട്. ആൻഡ് ഓർഡറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നമ്മുടെ മാമേലിയയിൽ നിന്നും കാർണിവോറിയാവും, പ്രൈമേറ്റീവ് ആവും. ഈ ശ്രദ്ധിച്ച് കേൾക്കണം ഈ ഒരു കാര്യം. ഈ ഒരു ഓർഡർ ഇത്ര മാത്രമല്ല, ഇതിൽ വേണമെങ്കിൽ ഒന്നിലധികം ബ്രാഞ്ചസ് വരാം, ഇനിയും ബ്രാഞ്ചസ് വരാം, കുറേ ഉണ്ട്. ഈ ലോകത്ത് എത്ര കോടാനുകൂടി ഓർഗാനിസംസ് ഇല്ലേ. എല്ലാവരെയും നമ്മൾ ആനിമൽസിനെ ഈ ഒരു അനിമേലിയയിലേക്ക് ഒതുക്കണമെങ്കിൽ എത്ര വലിയൊരു ബ്രാഞ്ച് ആയിരിക്കും ഈ വരാൻ പോകുന്നതെന്നുള്ളത് നീ ഇമാജിൻ ചെയ്ത് നോക്കുക. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇത്രയും ചുരുക്കി ഞാൻ പറഞ്ഞതാണ്. ആൻഡ് ഈ വേർഡ്സ് യൂസ് ചെയ്തത് ഒട്ടുമിക്കത് നമ്മളെ ടെക്സ്റ്റിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു വ്യത്യാസം, ഈ സിൽവർ സ്ട്രെസ് അതൊക്കെ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ കുറച്ച് എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. നിങ്ങൾ ഇത്രയും മുഴുവനൊന്നും എല്ലാത്തിൻ്റെയും പേര് പഠിക്കണം എന്നുള്ള മസ്റ്റല്ല. ഓക്കെ, ഈ ബൈനോമിയലാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ഫെലിഡെ ഇതൊക്കെ ഓരോന്ന് ഓർത്ത് വെക്കണം. എന്താണൊരു ഓർഡർ, എന്താണ് ഒരു ഫാമിലി, ഇതൊക്കെ. ഓക്കെ, താഴോട്ട് വരും തോറും ഇവർ തമ്മിലുള്ള ബന്ധം കൂടി വരും, ഇവരുടെ എണ്ണം മുകളിലോട്ട് പോകും തോറും കൂടി വരും. അപ്പോൾ അത്രയാണ് നമ്മളെ കിങ്ഡം, സ്പീഷീസ്, ക്ലാസ്, സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം, ഈ ഒരു ടാക്സോണമിക് കാറ്റഗറീസ് ഇത്ര മാത്രമാണ് ഉള്ളത്. ദെൻ ടെക്സ്റ്റിൽ ലാസ്റ്റ് ഒരു ഫിഗർ കൊടുത്തിട്ടില്ലേ, ഇതാ കോമൺ നെയിം മാന്, ബയോളജിക്കൽ നെയിം, നമ്മളെ ബയോളജിക്കൽ നെയിം ഏതാണ്? ഹോമോ സാപ്പിയൻസ്. ഇതിൽ ഹോമോ സാപ്പിയൻസ് ആണ് നമ്മളെ സ്പീഷീസ് നെയിം അല്ലേ. സ്പീഷീസ് നെയിം സാപ്പിയൻസ് ആണ്. ജീനസ് ഏതാണ്? ഹോമോ. ഫാമിലി ഹോമിനിഡെ, ഓർഡർ പ്രൈമാറ്റ, ക്ലാസ് മാമേലിയ, നമ്മൾ നേരത്തെ പറഞ്ഞു മാമേലിയ, ആൻഡ് ഡിവിഷൻ കോർഡേറ്റ. നമ്മൾ ഏത് കിങ്ഡത്തിലാണ്? സില്ലി ക്വസ്റ്റ്യൻ അല്ലേ. അനിമേലിയയിലാണ് നമ്മളുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഹൗസ് ഫ്ലൈ, നമ്മുടെ ഈച്ച, മസ്ക ഡൊമസ്റ്റിക്ക. ആഹാ, അടിപൊളി പേര്, മസ്ക ഡൊമസ്റ്റിക്ക. അതിൽ ജീനസ് മസ്കയാണ്, ഫാമിലി മസ്കിഡയാണ്, ഓർഡർ ഡിപ്റ്ററയാണ്, ക്ലാസ് ഇൻസെക്റ്റ. ഓക്കെ, ആൻഡ് ഫൈലം ഡിവിഷൻ എന്ന് പറയുന്നത് ഫൈലം ആർത്രോപോഡ. ഞാൻ നേരത്തെ പറഞ്ഞു ഇൻസെക്ട്സ് ഒക്കെ ആർത്രോപോഡയിലല്ലേ വരുന്നത്. ഓക്കെ, അത് നേരത്തെ പറഞ്ഞതിൽ ദാ ഇവിടെ ആർത്രോപോഡ് ഇങ്ങോട്ട് കയറി വരികയല്ലേ ഫൈലത്തിൽ. പക്ഷേ തൊട്ട് മുന്നേ വേണമെങ്കിൽ ഇവിടെ ക്ലാസ് ഇൻസെക്റ്റ കൊടുത്തിട്ട് നമുക്ക് ആർത്രോപോഡിലേക്ക് ഒരു ബ്രാഞ്ച് കൊടുക്കാം. മനസ്സിലായില്ലേ? ഞാനതിവിടെ കാണിച്ചിട്ടില്ല, ഒരുപാട് ഉണ്ടാവും. ഓക്കെ, അടുത്തായിട്ട് മാംഗോ, മാഞ്ചിഫെറ ഇൻഡിക്ക, മാഞ്ചിഫെറ അനാകാർഡിയേസിയെ, സാപ്പിൻഡെയിൽസ്, ഡൈക്കോട്ടിലിഡോണെ, ആൻജിയോസ്പെർമെ. ഇത് ഡിവിഷൻ ആണോ ഫൈലമാണോ? ഡിവിഷൻ ആണല്ലേ. ഇവരെങ്ങോട്ടാ പോവുക? ഇവർ പ്ലാന്റിയയിലാണല്ലേ പോവുക, കിങ്ഡം പ്ലാന്റിയ. ഇവർ രണ്ടുപേരും ആനിമൽസ് ആയിരുന്നു, ഇവർ രണ്ടുപേരും പ്ലാന്റ്സ് ആയിരുന്നു. അപ്പോൾ ഇവർ പ്ലാന്റിയയിലാണ് പോവുക. വീറ്റ്, ട്രിറ്റിക്കം ഈസ്റ്റിവം ആണ് ജീനസ്. പൊയേസി ആണ് അതിൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. പൊയേൽസ്, മോണോകോട്ടിലിഡോണെ, ഇത് ഡൈക്കോട്ടിലിഡോണെ, ഇത് മോണോകോട്ടിലിഡോണെ. ഈ എന്താ കോട്ടിലിഡോണെ എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ, വേറെ ചാപ്റ്റേഴ്സിലൊക്കെ പഠിക്കാണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഇട്ടേച്ച് പോകും അല്ലേ. ആ ഒരു മൈൻഡിൽ ഇരിക്കുന്നുണ്ടാവും, കുറേ പഠിക്കാനില്ലേ. പക്ഷേ എല്ലാം ഫണ്ണായിട്ട് പഠിക്കാം. മോണോകോട്ടിലിഡോണെ കഴിഞ്ഞാൽ ആൻജിയോസ്പെർമ, ഇവരൊക്കെ ആൻജിയോസ്പെർംസ് ആണ്, ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് വിളിക്കും. ഈ ചാപ്റ്റേഴ്സൊക്കെ കഴിയും തോറും നമുക്ക് നോളജ് കൂടി വരും. നമ്മളെ ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് ബയോസയൻസിൽ. ഓക്കെ, ഇവർ രണ്ടുപേരും പ്ലാന്റിയെ, ഇവർ രണ്ടുപേരും അനിമലിയെ. അപ്പോൾ ഇത്രയാണ് നമ്മളെ ചാപ്റ്റർ. ഇത്രയേ ഉള്ളൂ. അങ്ങനെ അവസാനം പറയും, ഇത്രയേ ഉള്ളൂ നമ്മളെ ചാപ്റ്റർ. നിങ്ങൾ ഈ കാണുന്ന അത്രയും കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നിങ്ങളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കിത് കാണാപ്പാഠം പഠിക്കേണ്ടി വരില്ല. മനസ്സിലാക്കിയിട്ട് എഴുതാൻ പറ്റും. എന്താണോ ഉദ്ദേശിച്ചത്, അവരെന്താണോ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാം. ഗ്രൂപ്പിംഗ് ഓഫ് ഓർഗാനിസം, ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് എൻ ഓർഗാനിസം ഇൻ ടു കൺവീനിയൻറ്റ് കാറ്റഗറീസ്. ആ പ്രോസസ്സിന് എന്താ പറയുക? ഗ്രൂപ്പാക്കുന്നതിന് ക്ലാസിഫൈ ചെയ്യുക. ഇനി ആ ഗ്രൂപ്പിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? എന്ത് ഗ്രൂപ്പ് എന്നൊന്നും പറഞ്ഞിട്ടില്ല.
ക്ലാസിഫൈ ചെയ്ത ഗ്രൂപ്പിനെ നമുക്ക് വിളിക്കാൻ പറ്റും. ടാക്സ, അതിന് ടാക്സ എന്ന് പറയുന്ന പ്ലൂറലാണ്, ടാക്സോൺ ആണ് സിംഗുലർ. ഇത്ര പണിയുള്ളൂ. ആൻഡ് ഈ ഒരു പ്രോസസ്സിനെയൊക്കെ നമ്മൾ ഈ ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡീനെ നമ്മൾ എന്ത് വിളിക്കും? ടാക്സോണമി. അത്രയേ ഉള്ളൂ. അപ്പോൾ ടാക്സോണമി പറയുമ്പോൾ നമ്മൾ ടാക്സോണമിയിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ക്ലാസിഫിക്കേഷൻ ഒരു സിംഗിൾ സ്റ്റെപ്പ് അല്ല, ഒന്നിലധികം സ്റ്റെപ്പ് ഉണ്ട്, മൾട്ടി സ്റ്റെപ്പാണ്, ഹൈറാർക്കിയൽ അറേഞ്ച്മെൻ്റ് ആണ്. ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് പറയും. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, അങ്ങനെ ഓർഡറായിട്ട് പോകുന്നു. അതിലൊരു സ്പീഷീസിൽ അവർ തമ്മിൽ വളരെ റിലേഷൻ ഉണ്ടാവും. ഒരു സ്പീഷീസും വേറൊരു സ്പീഷീസും തമ്മിൽ റിലേഷൻ കുറച്ച് കുറയും. ഇനി ഓരോ സ്പീഷീസുകൾ സിമിലർ ആയിട്ടുള്ള അങ്ങനെ കുറച്ച് സ്പീഷീസുകൾ കൂട്ടി വെച്ചിട്ട് ഒരു ജീനസ് ആക്കി, ആ ജീനസ് സിമിലർ ആയിട്ടുള്ള വേറൊരു ജീനസിനെ നോക്കി, എന്നിട്ട് അവിടെ വേറൊരു ഗ്രൂപ്പാക്കി, അങ്ങനെ പൊതിഞ്ഞ് ഗിഫ്റ്റ് വലിയതാക്കുക. അവസാനം ഒരു കുട്ടി ഗിഫ്റ്റ് ആയിരിക്കും. നമ്മളൊരു ഇൻഡിവിജ്വലിനെയാണ് നമ്മളൊരു ഗ്രൂപ്പാക്കി ഓരോ പോപ്പുലേഷൻ കൺസിഡർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ, ദ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ. സിമ്പിളാണ്, പവർഫുള്ളാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് പൗസ് ചെയ്ത് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ സ്റ്റെപ്പ് ബാക്ക്. ഞാൻ പറഞ്ഞല്ലേ, റീസ്റ്റാർട്ട്. അതിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. തുടക്കത്തിലുള്ള ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. തുടക്കത്തിൽ അല്ലാതെ ഒരു കാണുന്ന ഒരാൾക്ക് യന്ത്രനെ പോലെ റോബോട്ടായിട്ട് പഠിക്കണമെന്നൊന്നും ഇല്ല. നിങ്ങൾ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും, പ്ലസ് വണ്ണിൽ നിങ്ങൾ 10ന്ന് പ്ലസ് വണ്ണിലേക്ക് മാറുകയാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് തോട്ടിൽ നീന്തി കളിച്ച നിങ്ങളെ പെട്ടെന്ന് അങ്ങോട്ട് കടലിലേക്ക് കൊണ്ട് ഇറക്കിയാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ ആയിരിക്കും. ഒരുപാട് പഠിക്കാനുണ്ട്, പക്ഷേ അതൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് മനസ്സിലാക്കി ഇങ്ങനെ പഠിച്ചു പോവാം. ലൈഫിൽ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ലിവിങ് വേൾഡ് കമ്പാരറ്റീവ്ലി വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഇതാണോ സിമ്പിൾ എന്ന് പറയരുത്, ഇത് സിമ്പിളാണ്. ഇനി അങ്ങോട്ടുള്ളത് ഇതിലും സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ നോക്കാം. ഓക്കെ, താങ്ക് യു എവരിവൺ, ഓൾ ദി ബെസ്റ്റ്.